ചക്ക ഉപയോഗിച്ചുള്ള ഒരു നെയ്യപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പഴുത്ത ചക്ക, അത് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. 2 പാളാങ്കോടൻ പഴവ്, 250 ഗ്രാം ഉണ്ട ശർക്കരയും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണിത്. 1 കപ്പ് റവ കൂടി എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് അരിപ്പൊടിയാണ്. നെയ്യ് 250 ഗ്രാം, എള്ള് 1 സ്പൂണ്. ആ ചക്ക ചുള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി അത് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കണം. അരിഞ്ഞു വെച്ച ചക്ക മിക്സിയിൽ അരച്ചെടുത്തത്. അരിഞ്ഞു വെച്ച പഴം അതിന് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു നുള്ളു എള്ള് ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ്. അരച്ചെടുത്ത ചക്കയിലേക്ക് അരച്ചെടുത്ത ആ പഴം ചേർക്കുന്നു. ഒപ്പം അരിപ്പൊടി, ആ എടുത്ത് വെച്ചിരുന്ന റവ കൂടി ചേർക്കുകയാണ്. പൊടിച്ച് വെച്ചിരുന്ന ജീരകവും ഏലക്കായും കൂടി. ആ വറുത്തെടുത്ത എള്ള്, എണ്ണയിൽ വറുത്തെടുത്ത എള്ള് കൂടി ചേർക്കുന്നു. പാവ് കാച്ചിയ ശർക്കര ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുന്നു. ഇനി ഇതൊരു 3 മണിക്കൂർ അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ നമ്മളിത് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് പൊങ്ങി വരത്തുള്ളൂ. അതിനുവേണ്ടി ഒരു 3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു. നെയ്യപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടി സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. ഇനി നെയ്യ് അതിലേക്ക് ഒഴിക്കുന്നു. ഉരുക്കിയ നെയ്യാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ 3 മണിക്കൂറിന് മുമ്പ് കലക്കി വെച്ച മാവ് ഈ ചൂടായി വന്ന നെയ്യിലേക്ക് ഒഴിക്കുന്നു. ആ നെയ്ക്കകത്ത് കിടന്ന് അത് മൂത്ത് വരുന്നതിൻ്റെ നല്ല ഒരു മണം. ചക്കയുടെ നല്ല ഒരു മണം വരുന്നുണ്ട്. നന്നായിട്ടത് പൊങ്ങി വരുന്നുണ്ട്. നെയ്യപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. സംഗതി കൊള്ളാവോ? ക്രിസ്പി ആണോ? ടേസ്റ്റ് ഉണ്ടോ? എന്തുവാ ടേസ്റ്റ്? നല്ല സോഫ്റ്റ്.